കളിക്കരുത്. തായ്വാൻ വിഷയത്തിൽ അമേരിക്കയ്ക്ക് വീണ്ടും അതേ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ചൈന. സിംഗപ്പൂരിൽ നടന്ന ഷാങ്ഗ്രി-ല ഡയലോഗ് എന്ന ഉന്നതതല സുരക്ഷാ ഉച്ചകോടിയിൽ US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ചൈന പ്രദേശത്തിന് ഭീഷണിയാണ് എന്ന് വിശേഷിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ മുന്നറിയിപ്പ്. ചൈന സൈനിക നടപടിക്ക് തയ്യാറെടുക്കുന്നുണ്ടെന്നും തായ്വാനെ ആക്രമിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ടെന്നും ഹെഗ്സെത്ത് ആരോപിക്കുന്നുണ്ട്. ഈ ഒരു പ്രസ്താവനയിലൂടെ തായ്വാൻ വിഷയത്തിൽ ചൈനയും US തമ്മിലുള്ള പിരിമുറുക്കങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നാണ് റിപ്പോർട്ട്. വിശദമായി നോക്കാം. സ്വയംഭരണ പ്രദേശമാണെങ്കിലും തായ്വാൻ തങ്ങളുടെ അധികാര പരിധിയിലുള്ള മേഖലയായിട്ടാണ് ചൈന കണക്കാക്കുന്നത്. ആവശ്യമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ തായ്വാനെ ഒരുമിപ്പിക്കുമെന്നാണ് ബീജിംഗിന്റെ നിലപാട്. എന്നാൽ തായ്വാൻ സർക്കാർ ഈ അവകാശവാദം നിരന്തരം തള്ളിക്കളയുകയാണ് ചെയ്യാറ്. തങ്ങളുടെ ഭാവി തീരുമാനിക്കേണ്ടത് തായ്വാൻ ജനത മാത്രമാണെന്നാണ് അവരുടെ നിലപാട്. ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം ഹെഗ്സെത്തിന്റെ പ്രസ്താവനയെ ശക്തമായി അപലപിച്ചു. തായ്വാൻ വിഷയം ചൈനയുടെ ആഭ്യന്തര കാര്യമാണെന്നും അതുപയോഗിച്ച് ചൈനയെ തടയാൻ ശ്രമിക്കുന്നത് തീയുമായി കളിക്കുന്നതിന് തുല്യമാണെന്നുമാണ് ചൈന മുന്നറിയിപ്പ് നൽകിയത്. US നടപടികൾ ഏഷ്യ പസഫിക് മേഖലയെ ഒരു വെടിമരുന്ന് കലവറയാക്കി മാറ്റുകയാണെന്നും ചൈന ആരോപിക്കുന്നുണ്ട്. ഹെഗ്സെത്ത് ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള ഏഷ്യ പസഫിക് മേഖലയിലെ സഖ്യകക്ഷികളോട് പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചൈനയിൽ നിന്ന് ഉടൻ ഉണ്ടായേക്കാവുന്ന ഭീഷണിയെക്കുറിച്ചും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഹെഗ്സെത്തിന്റെ പ്രസ്താവനകൾക്ക് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം രൂക്ഷമായ പ്രതികരണമാണ് നൽകിയത്. ദക്ഷിണ ചൈന കടലിൽ ആയുധങ്ങൾ വിന്യസിക്കുകയും പ്രദേശത്തെ പിരിമുറുക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് US ആണെന്ന് ബീജിംഗ് ആരോപിച്ചു. ഹെഗ്സെത്ത് ചൈനയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒരു കോൾഡ് വാർ മെന്റാലിറ്റി പ്രോത്സാഹിപ്പിക്കുകയുമാണെന്ന് ചൈന ആരോപിക്കുന്നുണ്ട്. ഈ പ്രകോപനപരമായ പ്രസ്താവനകൾക്കെതിരെ US ഔപചാരികമായി പ്രതിഷേധം രേഖപ്പെടുത്തിയതായും ചൈന വ്യക്തമാക്കി. ഇതിനിടെ ദക്ഷിണ ചൈന കടലിലെ ചില ദ്വീപുകളുടെയും പവിഴപ്പുറ്റുകളുടെയും അവകാശത്തെ ചൊല്ലി ചൈനയും ഫിലിപ്പീൻസും തർക്കത്തിലാണ്. ഇരു രാജ്യങ്ങളുടെയും തീരസംരക്ഷണ സേനകൾ തമ്മിൽ കടലിൽ ഏറ്റുമുട്ടലുകൾ വർദ്ധിച്ചു വരുന്നുണ്ട്. സമുദ്ര ഗതാഗതത്തിനുള്ള ഭീഷണി എന്ന US ആരോപണങ്ങളെ കൂടി ചൈന തള്ളിക്കളയുന്നുണ്ട്. പ്രദേശത്തെ തർക്കങ്ങൾ പരിഹരിക്കാൻ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും അന്താരാഷ്ട്ര നിയമത്തിന്റെ പരിധിയിൽ തങ്ങളുടെ പ്രാദേശിക അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും ചൈന വാദിച്ചു. ദക്ഷിണ ചൈന കടലിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഏറ്റവും വലിയ ഭീഷണി US ആണെന്ന ആരോപണം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ചൈന. ചൈനയുടെ പ്രതിരോധ മന്ത്രി ഡോങ് ജോൺ ഈ വർഷത്തെ ഷാങ്ഗ്രി-ല ഡയലോഗിൽ പങ്കെടുത്തില്ല. കോവിഡ് മൂലം 2020-21 വർഷങ്ങളിൽ ഈ പരിപാടി റദ്ദാക്കപ്പെട്ടതിനു ശേഷം ചൈന തങ്ങളുടെ പ്രതിരോധ മന്ത്രി അയക്കാത്തത് ഇതാദ്യമായിട്ടാണ്. പകരം താഴ്ന്ന തലത്തിലുള്ള പ്രതിനിധികളെയാണ് ബെയ്ജിംഗ് അയച്ചത്. ട്രംപിന്റെ വ്യാപാര യുദ്ധവും താരിഫ് ഭീഷണികളും കാരണം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികളായ ചൈനയും US തമ്മിൽ ഇതിനകം തന്നെ പിരിമുറുക്കം ഉയർന്നിരിക്കുകയാണ്. ഇതിനിടെയാണ് വീണ്ടും തായ്വാനുമായി ബന്ധപ്പെട്ട വാക്കുതർക്കങ്ങളും ആരോപണങ്ങളും വരുന്നത്. കഴിഞ്ഞ വർഷം തായ്വാന് സൈനിക സഹായം നൽകാനുള്ള അമേരിക്കയുടെ തീരുമാനത്തിനെതിരെയും ചൈന മുന്നറിയിപ്പ് നൽകിയത് തീ കൊണ്ട് കളിക്കരുത് എന്നായിരുന്നു. തായ്വാന് ആയുധം നൽകുന്നത് നിർത്തണമെന്നും തായ്വാൻ കടലിടുക്കിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും തുരങ്കം വെക്കുന്ന അപകടകരമായ നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തായ്വാന്റെ പരമാധികാരം ആവശ്യപ്പെട്ട് ചൈന നിരന്തരം ദ്വീപിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. തായ്വാൻ അരികിൽ സൈനിക ശക്തി പ്രകടനം നടത്തിക്കൊണ്ടാണ് പലപ്പോഴും ചൈന അവരുടെ അവകാശം പ്രകടിപ്പിച്ചിട്ടുള്ളത്. US പ്രതിനിധികൾ തായ്വാനിൽ സന്ദർശനം നടത്തുന്നതും ചൈനയെ ചൊടിപ്പിച്ചിരുന്നു. ചൈന ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ അതിനെതിരെ പ്രത്യാക്രമണത്തിനായാണ് അമേരിക്ക തായ്വാന് സൈനിക സഹായം നൽകി വരുന്നത്. തായ്വാനോടുള്ള സമീപനം ചൈന കർക്കശപ്പെടുത്തുകയും തായ്വാൻ അനുകൂല നിലപാടിൽ അമേരിക്ക കൂടുതൽ വ്യക്തത വരുത്തുകയും ചെയ്ത സാഹചര്യത്തിൽ തായ്വാൻ കടലിടുക്ക് അന്തർദേശീയ സംഘർഷത്തിന് വേദിയാകുമോ എന്ന ആശങ്ക വീണ്ടും ഉയരുകയാണ്.